അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ വീഡിയോ ആരും തട്ടി മാറ്റി പോകേണ്ട നല്ല പ്രയോജനമുള്ള വിഷയമാണ്. മാറാരോഗങ്ങൾക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിവ് നേടാൻ കഴിവുള്ള അസ്മാൽ ഹുസ്നയിലെ ഇസ്മായ യാ ബാരി എന്നുള്ള ഇസ്മ ചൊല്ലേണ്ട രൂപം ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നത് ഓരോ തവണ ചൊല്ലിയതിന് ശേഷം എല്ലാ ദിവസവും രാത്രി ഈ ഒരു ഇസ്മ യാ ബാരി യാ അല്ലാഹ് എന്ന ഈ ഇസ്മ 956 956 പ്രാവശ്യം വീതം പതിവായി ചൊല്ലിയാൽ അവനുണ്ടാകുന്ന രോഗങ്ങളൊക്കെ വേഗത്തിൽ ശിഫയാകുന്നതാണ്. ഡോക്ടർമാർ, വൈദ്യന്മാരൊക്കെ ഇത് പതിവാക്കിയാൽ അവർക്ക് കിട്ടുന്ന ഒരു കാര്യം വളരെ അവരുടെ എല്ലാ ചികിത്സകൾക്കും വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ്. മാറാ രോഗങ്ങൾ പോലും സുഖപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു നൽകുന്നതാണ്. അപ്പോൾ ഡോക്ടർമാർ നമ്മൾ പലപ്പോഴും കേൾക്കാണ്ട് അവിടുത്തെ അങ്ങനെ ഒരു വൈദ്യർ തടവിയപ്പോൾ വേദന മാറി 15 വർഷമായി 20 വർഷമായി മാറാത്ത വേദന, അല്ലെങ്കിൽ മുറിക്കേണ്ട കാല് ഇയാളൊന്ന് നോക്കിയപ്പോൾ ഒന്ന് ശരിയായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ? ഇതുപോലത്തെ കറാമത്തുകളൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ ഇസ്മ നിശ്ചിത എണ്ണം ശുഭമുഹൂർത്തത്തിൽ മുടങ്ങാതെ വർഷങ്ങളോളം പതിവാക്കിയാൽ എല്ലാ രോഗികൾക്കും ഈ പറയുന്ന ഡോക്ടർമാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇയാളിൽ നിന്നൊക്കെ പ്രയോജനം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉയർത്തുന്നതാണ്. പിന്നെ ഏത് രോഗിയിലും ഇയാൾ ഈ നാമമൊന്ന് ഉരുവിടേണ്ട താമസം രോഗം ശിഫയാകുന്നതാണ്. അതുപോലെ കാഴ്ചയില്ലാത്തവരുടെ കണ്ണിലേക്കൊന്ന് ഇയാളൊന്ന് തടവിയാൽ മതി, രോഗിക്ക് കാഴ്ചശക്തി കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് കാണിച്ചാൽ നല്ല ഇഖ്ലാസോട് കൂടി ആത്മാർത്ഥമായിട്ട്, ദുനിയാവിന് വേണ്ടിയിട്ടല്ല ആഖിറത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം. ഇഖ്ലാസും അതിൻ്റെ ഭാഗമാണ്. നല്ല ഇഖ്ലാസോട് കൂടി മനസ്സായത്തോട് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കും. അസ്മാഉൽ ഹുസ്നയാണല്ലോ, എന്തായാലും അതിൽ ഒരു പേടിയും പേടിക്കേണ്ട. അപ്പം ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മാറാവിധ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.